യൂണിറ്റ് 14 ലേബർ മാർക്കറ്റ്. അപ്പൊ 14ാമത്തെ ചാപ്റ്ററിലെ ലേബർ മാർക്കറ്റ്. എന്താ ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാല്? മാർക്കറ്റിലെ തൊഴിലാളികൾ. നമുക്കറിയാം, ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഓണേഴ്സും ഉണ്ടായിരിക്കും, ലേബേഴ്സും ഉണ്ടായിരിക്കും. ഒരുപാട് മുതലാളിമാരും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലേബേഴ്സും ഉണ്ടായിരിക്കും. ലേബർ ഉണ്ടാവണമെങ്കിൽ ഓണേഴ്സ് വേണം. അപ്പൊ നമ്മള് ഈ 14th ചാപ്റ്ററില് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലേബർ മാർക്കറ്റിനെ കുറിച്ചാണ്. വാട്ട് ഈസ് മീൻ ബൈ ലേബർ മാർക്കറ്റ്? നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. അതായത് the decision that people about work determine the economy supply of labor. എന്താണ് പറയുന്നത്? the decision that people about work determine. ഓരോ പീപ്പിളിന്റെയും വർക്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? എക്കോണമി സപ്ലൈ ഓഫ് ലേബർ. എക്കോണമിയിലെ സപ്ലൈ ഓഫ് ലേബർ ആണ്. ദ ഡിസിഷൻ ദാറ്റ് പീപ്പിളിന്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് ദ എക്കോണമി സപ്ലൈ ഓഫ് ലേബർ. ഓരോ പീപ്പിൾസിന്റെയും ഡിസിഷനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? എക്കോണമി സപ്ലൈ ഓഫ് ലേബർ. എക്കോണമിയിലെ സമ്പദ് വ്യവസ്ഥയിലെ സപ്ലൈ ഓഫ് ലേബർ ആണ്. ആൻഡ് ദെൻ സേവിങ്സ് ഡിറ്റർമൈൻ ദ എക്കോണമി സപ്ലൈ ഓഫ് ഫണ്ട് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അതേപോലെ തന്നെ എക്കോണമിയിലെ സേവിങ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതും എന്തെന്നെയാണ്? സപ്ലൈ ഓഫ് ഫണ്ട് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. മുതലാളിത്ത മാർക്കറ്റിലെ അല്ലെങ്കിൽ മുതലാളിത്ത സമൂഹത്തിലെ സപ്ലൈ ഓഫ് ഫണ്ടാണ് ഒരു സേവിങ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്? ദ ഡിസിഷൻ ദാറ്റ് പീപ്പിൾ അബൌട്ട് വർക്ക് ഡിറ്റർമൈൻ ദ എക്കോണമി സപ്ലൈ ഓഫ് ലേബർ. ഓരോ പീപ്പിൾസിന്റെയും തീരുമാനത്തിലുള്ള വർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് സപ്ലൈ ഓഫ് ലേബർ ആണ്. എക്കോണമിയിലെ സപ്ലൈ ഓഫ് ലേബർ ആണ്. അതേപോലെ തന്നെ സേവിങ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, നമുക്കറിയാം, തൊഴിലുണ്ടാവുമ്പോഴേ സേവിങ്സ് ഉണ്ടാവുള്ളൂ. തൊഴിലില്ലെങ്കിൽ സേവ് ചെയ്യും ആരെങ്കിലും. അപ്പൊ തൊഴിലാണ് സേവിങ്സ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? തൊഴിലാണ്. അപ്പൊ സേവിങ്സ് ഡിറ്റർമൈൻ ദ എക്കോണമി സപ്ലൈ ഓഫ് ഫണ്ട് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പൊ സേവിങ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്കോണമിയിൽ എന്താണ്? സപ്ലൈ ഓഫ് ഫണ്ട് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ഒരു മുതലാളിത്ത മാർക്കറ്റിലെ സപ്ലൈ ഓഫ് ഫണ്ടാണ് സേവിങ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ദാറ്റ് ആഫ്റ്റർ എ സർട്ടൻ ലെവൽ each additional unit of labor input will add smaller and smaller amount to the total output. അതായത് ഓരോ തൊഴിലാളികളുടെയും അഡീഷണലായിട്ട് ഓരോ തൊഴിലാളികളും വന്നു ചേരുമ്പോഴാണ് അതെന്തായി ആ എക്കോണമിയിലെ ഔട്ട്പുട്ട് എന്തായി മാറുന്നത്? ടോട്ടൽ ഔട്ട്പുട്ട്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ദാറ്റ് ആഫ്റ്റർ എ സർട്ടൻ ലെവൽ, ഒരു നിശ്ചിത ലെവലിൽ, ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വിൽ ആഡഡ് സ്മാളർ ആൻഡ് സ്മാളർ എമൗണ്ട് ടു ദ ടോട്ടൽ ഔട്ട്പുട്ട്. ഓരോ അഡീഷണൽ ഇൻപുട്ട് ചെല്ലുന്തോറും അത് കൂടുതൽ കുറച്ചായിട്ട് എന്തായി മാറുക ചെയ്യുന്നത്? ടോട്ടൽ ഔട്ട്പുട്ട്. അതാണ് ഏതുകൊണ്ട് വ്യക്തമാക്കി തരുന്നത്? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ദാറ്റ് ആഫ്റ്റർ എ സർട്ടൻ ലെവൽ ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ. ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബേഴ്സ് ചെല്ലുമ്പോൾ ഇൻപുട്ട് എന്താവും? കുറച്ച് കൂടി വരും. അങ്ങനെ ഇൻപുട്ട് കൂടി വരുമ്പോൾ അതെന്തായി മാറുകയാണ്? ടോട്ടൽ ഔട്ട്പുട്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താണ് ആ ഇൻട്രൊഡക്ഷനിലൂടെ വ്യക്തമാക്കുന്നത്? ദിസ് യൂണിറ്റ് എയിം അറ്റ് അനലൈസിംഗ് ദ മീനിങ് ആൻഡ് മെക്കാനിസം ഓഫ് ലേബർ മാർക്കറ്റ് ബൈ undertaking a demand supply analysis of a labor market in both perfectly
കോമ്പറ്റേറ്റീവ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പൊ കുട്ടികളെ, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ 2 പോയിന്റുകളാണ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ്. എന്താണ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് പറഞ്ഞാല്? പൂർണ്ണ മത്സരം. പെർഫെക്റ്റ്ലി പൂർണ്ണമായിട്ടുള്ള, കോമ്പറ്റേറ്റീവ് പൂർണ്ണ മത്സരം. ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് പൂർണ്ണമല്ലാത്ത മത്സരം. എവിടെ? മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പൊ മാർക്കറ്റിന്റെ ഘടനയിൽ 2 കാര്യങ്ങളാ വരിക: പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവും ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവുമാണ് മാർക്കറ്റ് സ്ട്രക്ചറിൽ വരിക. ഈ 2 ഘടകങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ദിസ് യൂണിറ്റ് എയിം അറ്റ്, ഈ യൂണിറ്റിന്റെ ലക്ഷ്യം, അനലൈസിംഗ് ദ മീനിങ് ആൻഡ് മെക്കാനിസം ഓഫ് ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിനെ വിശകലനം ചെയ്യുകയും അതിന്റെ മെക്കാനിസം, അതിനെ വിശകലനം ചെയ്തുകൊണ്ട് എന്താണ് അവിടെ വ്യക്തമാക്കി തരുന്നത്? ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 ഘടകങ്ങളാണ്. ഇപ്പൊ ലേബർ മാർക്കറ്റ് പറഞ്ഞാൽ 2 ഘടകങ്ങളാണ് ലേബർ മാർക്കറ്റിനെ വിശകലനം ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പൊ കുട്ടികളെ, ഇത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലേബർ മാർക്കറ്റിനെ വിശകലനം ചെയ്യുമ്പോൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, പഠിക്കേണ്ടത്. ഏതാണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ. പൂർണ്ണ മത്സര വിപണിയെ കുറിച്ചും പൂർണ്ണ മത്സരമല്ലാത്ത വിപണിയെ കുറിച്ചുമാണ് നമുക്ക് ലേബർ മാർക്കറ്റിലൂടെ വിശകലനം ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷനിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്തത് മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിന്റെ അർത്ഥം, മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ്. എക്സാമിന് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ്. എന്താണ് ലേബർ മാർക്കറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിച്ചോളൂ, പോയിന്റ് ആയിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നോക്കാം. One needs to understand who are the demanders and suppliers in the labor market. അതായത് one needs to understand who are the, ആരൊക്കെയാണ് ലേബർ മാർക്കറ്റിൽ ഉണ്ടാവുക? ഡിമാൻഡേഴ്സ്, സപ്ലയേഴ്സ് ഇൻ ദ ലേബർ മാർക്കറ്റ്. ഒരു ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊഴിലാളികളുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ആളുകളാണ് വരുന്നത്: ഡിമാൻഡേഴ്സും സപ്ലയേഴ്സും. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വാങ്ങുന്നവരും വിൽക്കുന്നവരും. അതേപോലെ ഡിമാൻഡേഴ്സും സപ്ലയേഴ്സുമാണ് എവിടെ ഉണ്ടായിരിക്കുക? ലേബർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ലേബർ മാർക്കറ്റിന്റെ മീനിങ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? One needs to understand who are the demanders and suppliers in the labor market. And then household supply their labor services and in return get wage. Household supply their labor services. ഒരു ഹൗസ്ഹോൾഡ് സപ്ലൈ ആയിട്ടുള്ള ലേബർ, തൊഴിലാളിയുടെ സേവനത്തിന് ലഭ്യമാകുന്നത് എന്താണ്? ഇൻ റിട്ടേൺ ഗെറ്റ് വേജ്. ഒരു വീട്ടുജോലിക്കാരനാണെങ്കിലും ഒരു ഹൗസ്ഹോൾഡ് സപ്ലൈ ദെയർ ലേബർ സർവീസ്, ഒരു ഹൗസ്ഹോൾഡ് സപ്ലൈ ആയിട്ടുള്ള ലേബർ സർവീസിനും ലഭ്യമാകുന്ന റിട്ടേൺ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 13ാമത്തെ ചാപ്റ്ററിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ലേബറിന്റെ റിട്ടേൺ എന്താണ്? വേജ് ആണ്. അപ്പൊ ഒരു ഹൗസ്ഹോൾഡ് സപ്ലയർക്കും ലഭ്യമാകുന്ന ഇതെന്താണ്? വേജ്. ഹൗസ്ഹോൾഡ് സപ്ലൈ ദെയർ ലേബർ സർവീസ് ആൻഡ് ഇൻ റിട്ടേൺ ഗെറ്റ് വേജ്. ആൻഡ് ദെൻ the labor market is studied by microeconomics as well as macroeconomics, as both use the tools of demand and supply. എന്താണ് പറയുന്നത്? The labor market is studied. ലേബർ മാർക്കറ്റിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ മൈക്രോ എക്കണോമിക്സും അതിലുപരി മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള, അവ 2 ചേർന്നുകൊണ്ടുള്ള ഒരു ഡിമാൻഡും സപ്ലൈ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന്. അപ്പൊ ലേബർ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തുക. അപ്പൊ നിങ്ങൾക്ക് മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്കായി. എന്താണ്? ദ ലേബർ മാർക്കറ്റ് ഈസ് സ്റ്റഡീഡ് ബൈ മൈക്രോ എക്കണോമിക്സ്.
എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാല്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മീൻസ് മൈക്രോ, സൂക്ഷ്മമായിട്ട് ഒരു രാജ്യത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ മാത്രം പരിശോധിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഏത്? മൈക്രോ എക്കണോമിക്സ്. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാലോ ഒരു ലോകത്തെ തന്നെ മൊത്തമായിട്ട് പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രമാണ് ഏത്? മാക്രോ എക്കണോമിക്സ്. അപ്പൊ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഡിമാൻഡും സപ്ലൈയുമാണ് ഏതിന്റെ പഠനം? ലേബർ മാർക്കറ്റിന്റെ പഠനം. ലേബർ മാർക്കറ്റ് ഈസ് സ്റ്റഡിഡ് ബൈ മൈക്രോ എക്കണോമിക്സ് ആസ് വെൽ ആസ് മാക്രോ എക്കണോമിക്സ് ആസ് ബോത്ത് യൂസ് ദ ടൂൾസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. And then, in real mixed economies, government and trade union can exert influence on wage level. നമുക്കറിയാം നമ്മളുടെ എക്കോണമി എന്ന് പറയുന്നത് എങ്ങനത്തെ എക്കോണമിയാ? മിക്സ്ഡ് എക്കോണമിയാണ്. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് എക്കോണമിയാണ്. മിക്സ്ഡ് പറഞ്ഞാൽ എന്താ? മിക്സർ. പ്രൈവറ്റും വരും, പബ്ലിക്കും വരും. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും പബ്ലിക് പാർട്ടിസിപ്പേഷനും ഒന്നിച്ചു ചേരുന്ന എക്കോണമിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ഡ് എക്കോണമി. അതുകൊണ്ട് തന്നെ ഇൻ റിയൽ മിക്സ്ഡ് എക്കോണമി, മിക്സ്ഡ് എക്കോണമി പറഞ്ഞാൽ രണ്ടും വരുന്നുണ്ട്, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അപ്പൊ ആ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും പബ്ലിക് പാർട്ടിസിപ്പേഷനും വരുന്ന മിക്സ്ഡ് എക്കോണമി ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ്, ഇൻ റിയൽ മിക്സ്ഡ് എക്കോണമീസ് ഗവൺമെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ can exert an influence on wage level. മിക്സ്ഡ് എക്കോണമി ആയിട്ടുള്ള നമ്മളുടെ എക്കോണമിയിലെ ഗവൺമെന്റും ട്രേഡ് യൂണിയനും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? വേജ് ലെവൽ, വേജിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻ റിയൽ മിക്സ്ഡ് എക്കോണമി ഗവൺമെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ can exert an influence on wage level. And then the interaction between supply and demand influence the hours the employees worked and compensation theory receive in form of wage, salary and other benefit. അതുകൊണ്ട് തന്നെ മക്കളെ the interaction between supply and demand, അതായത് സപ്ലൈനെയും ഡിമാൻഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? hours the employees worked. ഒരു എംപ്ലോയി, ഒരു തൊഴിലാളി എത്ര നേരം ഹവേഴ്സ് വർക്ക് ചെയ്തു, അതിന് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് എന്ത്? വേജ് ആൻഡ് സാലറി, അതർ ബെനിഫിറ്റ്. ഒരു എംപ്ലോയി എത്ര ടൈം, എത്ര സമയം, എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തതിന് കിട്ടുന്ന കോമ്പൻസേഷൻ ആണ് എന്ത്? സാലറിയും വേജും അതേപോലെ തന്നെ ബെനിഫിറ്റും. ഇതാണ് നമ്മളുടെ മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ് തിയറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിലെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ലേബർ മാർക്കറ്റ്, ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ഒരു ലേബർ മാർക്കറ്റിലെ വ്യത്യസ്തമായ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പ്രധാനമായും ലേബർ മാർക്കറ്റിലെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 പോയിന്റുകളാണ്. ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു തന്നിരുന്നു, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ടീച്ചർ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതാണ് ഈ 2 ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന്. അപ്പോ ലേബർ മാർക്കറ്റിലെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് 2 എണ്ണാണ്. ഏതൊക്കെ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ലേബർ മാർക്കറ്റിലെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 പോയിന്റ്സ് ആണ്. 2 കാര്യങ്ങളിലാണ് അത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഏതൊക്കെ? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, പൂർണ്ണ മത്സര വിപണിയിലും, ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, പൂർണ്ണ മത്സരമല്ലാത്ത വിപണിയിലും. ഈ 2 പോയിന്റുകളാണ് നമുക്ക് ഇനി ഈ ചാപ്റ്റർ തീരുന്നത് വരെയും വിശകലനം ചെയ്യാനുള്ളത്. അപ്പോ പരീക്ഷയ്ക്ക് എസ് ആയിട്ട് ചോദിക്കാം, ഡിഫറെന്റ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റിലെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ 2 തരത്തിലുള്ള മാർക്കറ്റുകളാണ് നമുക്കുള്ളത്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും.
അതിലെ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് ഡിഫൈൻ ചെയ്യാം. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും, പൂർണ്ണ മത്സരം. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അഥവാ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒന്നും കൂടി പറയാം, ഡിഫറന്റ് മാർക്കറ്റ് സ്ട്രക്ചറിനെ രണ്ടെണ്ണമായിട്ട് തിരിക്കുന്നുണ്ട്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്നും ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്നും. ഞാൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ മാത്രം എടുത്ത് നമ്മൾ വിശകലനം ചെയ്യാണ്. ഏതാണത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പൂർണ്ണ മത്സരം. ഇനി പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന പോയിന്റ് ആണ് ഡിമാൻഡ് ഫോർ ലേബർ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണ മത്സര വിപണി. നമുക്കറിയാം, നമ്മളെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ആണ്. ഒരുപാട് ഷോപ്പുകൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഡ്രസ് ഷോപ്പ് ആണെങ്കിൽ ആ ഡ്രസ് ഷോപ്പ് തന്നെ ഒരുപാട് എണ്ണം ഉണ്ട്. അതാണ് കോമ്പറ്റീഷൻ. ഇപ്പൊ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും പൂർണ്ണ മത്സര വിപണിയാണ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന അതിന്റെ സബ് പോയിന്റ് ആണ് ഏത്? ഡിമാൻഡ് ഫോർ ലേബർ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം എന്തിലേക്കാ പോവുക? ഡിമാൻഡ് ഫോർ ലേബർ. ലേബർ ഉണ്ടെങ്കിലേ ആ മാർക്കറ്റ് ഉള്ളൂ. ലേബർ ഉണ്ടാവണമെങ്കിൽ ആര് വേണം? ഓണർ വേണം, മുതലാളി വേണം, ക്യാപിറ്റൽ വേണം, ക്യാപിറ്റലിസ്റ്റ് വേണം. ക്യാപിറ്റലിസ്റ്റ് വേണം, മുതലാളിത്തം. മുതലാളിത്തം ഉണ്ടാവുമ്പോൾ, ഓണർ ഉണ്ടാവുമ്പോൾ ലേബർ ഉണ്ടാവും. അപ്പൊ ലേബേഴ്സും ഓണേഴ്സും വരുമ്പോഴാണ് ഒരു പൂർണ്ണ മത്സര വിപണിയാവുക. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന ടോപ്പിക്കിനെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം അതിൽ അറിയേണ്ടത് എന്താണ്? ഡിമാൻഡ് ഫോർ ലേബർ. ലേബറിന്റെ ഡിമാൻഡ് അഥവാ ഡിമാൻഡ് ഫോർ ലേബർ, ലേബറിന്റെ ആവശ്യകത. എന്താണ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് നമുക്ക് നോക്കാം. The number of workers the employers would like to hire at any given wage rate. അതായത് the number of workers employers would like to hire at any given wage rate. ഒരു നിശ്ചിത വേജിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എംപ്ലോയേഴ്സിനെ ഹയർ എന്ന് പറഞ്ഞാൽ എന്താ? വാടകയ്ക്ക് എടുക്കുക. തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിലാളിയെ വേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഹയർ ചെയ്യുന്നത്. ഹയർ ചെയ്യാൻ വാടകയ്ക്ക് എടുക്കുന്നു. അപ്പോ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ദ എംപ്ലോയേഴ്സ് വുഡ് ലൈക്ക് ടു ഹയർ അറ്റ് എനി ഗിവൺ വേജ് റേറ്റ്. ഒരു നിശ്ചിത വേജ് റേറ്റിന് ഒരു തൊഴിലാളിയെ എംപ്ലോയി ആയി എടുക്കുന്നു. അതാണ് എന്ത്? ഡിമാൻഡ് ഫോർ ലേബർ. ഡിമാൻഡ് ഫോർ ലേബർ. അപ്പൊ ഒന്നുകൂടി പറയാം, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ആ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ നമ്മൾ എടുത്തു പറയുമ്പോൾ എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഞാൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എന്തിലേക്കാണ് പോകുന്നത്? അതിന്റെ സബ് പോയിന്റ് ഡിമാൻഡ് ഫോർ ലേബർ. ഇനി ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ദ എംപ്ലോയേഴ്സ് വുഡ് ലൈക്ക് ടു ഹയർ അറ്റ് എനി ഗിവൺ വേജ് റേറ്റ്. ഒരു വേജ് റേറ്റിന് വർക്കേഴ്സിനെ തൊഴിലാളിയായി നിയമിക്കുക, ഹയർ ചെയ്യുക, വാടകയ്ക്ക് എടുക്കുന്നതാണ് എന്ത്? ഡിമാൻഡ് ഫോർ ലേബേഴ്സ്. ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ഓൺ ബോത്ത് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആൻഡ് ദ പ്രൈസ് ദാറ്റ് മാർക്കറ്റ് സെറ്റ് ഫോർ വർക്കേഴ്സ് ഔട്ട്പുട്ട്. ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്. ഇനി ഡിമാൻഡ് ഫോർ ലേബർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എന്തിനെ ആശ്രയിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഒരു ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത, ഒരു തൊഴിലാളിയുടെ പ്രൊഡക്ടിവിറ്റിയെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു ലേബറിന്റെ പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ എന്താകുമെന്ന് മനസ്സിലാക്കാൻ കഴിയാം. അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേബറിനെ എല്ലാവർക്കും ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന ആ ലേബർ, ആ തൊഴിലാളി എങ്ങനെ ആയിരിക്കണം? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആൻഡ് പ്രൈസ് ദാറ്റ് മാർക്കറ്റ് സെറ്റ് ഫോർ വർക്കേഴ്സ് ഔട്ട്പുട്ട്. അപ്പോഴാണ് ആ വർക്കറിന് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുന്നത്.
ഇപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ഓൺ ബോത്ത്, രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനെയും പ്രൈസ് ദാറ്റ് മാർക്കറ്റ് സെറ്റ് ഫോർ വർക്കേഴ്സ് ഔട്ട്പുട്ടിനെയും. വർക്കേഴ്സ് ഔട്ട്പുട്ടിനെയും പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനെയും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ടീച്ചർ പറഞ്ഞു നമ്പർ ഓഫ് വർക്കേഴ്സ് ദ എംപ്ലോയീസ് വുഡ് ലൈക്ക് ടു ഹയർ അറ്റ് എനി ഗിവൺ വേജ് റേറ്റ്. ആൻഡ് ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ്, ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്തിനൊക്കെ? പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ഒരു തൊഴിലാളിയുടെ പ്രൊഡക്ടിവിറ്റിയെ, ഉൽപാദനക്ഷമതയെയും വർക്കേഴ്സ് ഔട്ട്പുട്ടിനെയും ഡിമാൻഡ് ഫോർ ലേബർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ മോർ പ്രൊഡക്റ്റീവ് ദ വർക്കേഴ്സ് ആർ, the more is the value of the goods and service produced. എന്താ അവിടെ പറയുന്നത്? the more productive the workers are. ഒരുപാട് പ്രൊഡക്റ്റീവായ വർക്കേഴ്സ് ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? the more is the value of the goods and service produced. ഒരുപാട് സാധനങ്ങളും സേവനങ്ങളുടെയും വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. മോർ പ്രൊഡക്റ്റീവ് ദ വർക്കേഴ്സ്, ഒരു ഉൽപാദനക്ഷമതയുള്ള വർക്കർ ആണെങ്കിൽ അവിടെ എന്തും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. മോർ ഈസ് ദ വാല്യൂ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ്. കൂടുതൽ കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങളും സേവനങ്ങളും അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. And the greater the number of workers an employer want to hire at the given wage rate. അതുകൊണ്ട് ഒരുപാട് വർക്കേഴ്സിനെ വേജ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹയർ ചെയ്യുന്നു, വാടകയ്ക്ക് എടുക്കുന്നു. പ്രൊഡക്റ്റീവ് എത്രയേ ഉള്ളൂ? പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു തൊഴിലാളിയാണെങ്കിൽ ആ തൊഴിലാളിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. അങ്ങനെയുള്ള ഒരു ലേബർ ആണെങ്കിൽ ആ ലേബറിന് എന്ത് ചെയ്യപ്പെടാം എന്നാ പറയുന്നത്? ഒരുപാട് വേജ് കൊടുത്ത് അയാളെ ഹയർ ചെയ്യപ്പെടാം, വാടകയ്ക്ക് എടുക്കാം. ആൻഡ് ദെൻ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് ഇൻ എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പനി. ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പനിയിലെ തൊഴിലാളികൾ, വർക്കേഴ്സ് എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഈ ചാർട്ട് വഴി വ്യക്തമാക്കി തരുന്നത്. ഇപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ ആണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയാണ്. വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും വർക്കേഴ്സിന്റെ ഔട്ട്പുട്ടും ആണ് ഡിമാൻഡ് ഫോർ ലേബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് മാത്രല്ല, ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു തൊഴിലാളിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, സാധനങ്ങളും സേവനങ്ങളും എത്രത്തോളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അതിനനുസരിച്ചിട്ട് ആ വർക്കറിനെ എന്ത് ചെയ്യപ്പെടാം? കൂടുതൽ വേജ് കൊടുത്ത് അദ്ദേഹത്തെ ഹയർ ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി നമുക്ക് ഇവിടെ ഉദാഹരണമായിട്ട് തരികയാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് എംപ്ലോയിഡ് ഇൻ എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പനി. ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പനിയിലെ ഒരു നമ്പർ ഓഫ് വർക്കേഴ്സ്, ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാർട്ടാണ് നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് തരുന്നത്. അപ്പൊ കുട്ടികളെ, നിങ്ങൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എഴുതുമ്പോൾ, ഡിമാൻഡ് ഫോർ ലേബർ എഴുതുമ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അതിൽ ആ ടേബിളിലേക്ക് പോവാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് നമ്പർ ഓഫ് വർക്കേഴ്സ്. അതായത് വർക്കേഴ്സും ആ വർക്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ടുണ്ടായിരിക്കും. എത്രത്തോളം ഒരു വർക്കർ പ്രൊഡക്റ്റീവ് ആണോ അത്രത്തോളം ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതിനനുസരിച്ചിട്ട് ആ വർക്കറിനെ എന്ത് ചെയ്യപ്പെടാം? ഹയർ ചെയ്യപ്പെടാം, അയാളെ വാടകയ്ക്ക് എടുക്കാം. എന്ത് കൊടുത്തിട്ട്? വേജ് കൊടുത്തിട്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ചാർട്ടിലൂടെ കാണിക്കുന്നത്. ഒരു ഹാർഡ്വെയർ കമ്പനിയിലെ ഒരു വർക്കേഴ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ഈ ചാർട്ടിലൂടെ കാണിക്കുന്നത്. നമുക്ക് ചാർട്ട് നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് നമ്പർ ഓഫ് വർക്കേഴ്സ്. അവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ്ഡ് പെർ ഇയർ, ഒരു വർഷത്തില് എത്ര കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇട്ടിട്ടുണ്ട്. മാർജിനൽ പ്രോഡക്റ്റ്, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പൊ അതില് ആദ്യം നമ്പർ ഓഫ് വർക്കേഴ്സ് സാധാരണ ഇത് 1, 2, 3, 4 സെക്ഷൻ ആയിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. ഈ 1, 2, 3, 4 എന്നുള്ള ഇട്ടിട്ടുള്ളത്
നമ്പർ ഓഫ് വർക്കേഴ്സ് 1, കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ്ഡ് ഇയർ 2, മാർജിനൽ പ്രൊഡക്റ്റ് 3, വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് 4. ഇതെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഇവിടുന്ന് തൊട്ടിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നോക്കിക്കോളൂ, നമ്പർ ഓഫ് വർക്കേഴ്സ് ആദ്യം ഈ 1, 2, 3, 4 എന്ന് പറയുന്നത് ഇതിന്റെ ഓരോ 4 സ്റ്റെപ്പാണ് ആയിട്ടാട്ടോ പറയുന്നത്. ഇത് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടുന്ന് തൊട്ടിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്പർ ഓഫ് വർക്കർ 0. അപ്പൊ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതും 0. മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ടാവുമോ? അല്ല, അതും 0. അതാണ് ഇങ്ങനെ നിന്നുള്ള ഇതിലിട്ടുന്ന. അപ്പൊ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ടാവുമോ? അതും ഇല്ല, 0. ഇനി നമുക്ക് അടുത്ത 1 തൊട്ട് 8 വരെ ഉള്ളത് നോക്കാം. നമ്പർ ഓഫ് വർക്കേഴ്സ് 1, ഒരു നമ്പർ ഓഫ് വർക്കേഴ്സാ വിചാരിക്കുക. അപ്പൊ കമ്പ്യൂട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ സപ്പോസ് ചെയ്യണത്? ഈ ടേബിൾ ഒരു സപ്പോസിങ് ആട്ടോ, ഊഹത്തിൽ പറഞ്ഞു തരികയാണേ. അപ്പൊ നമ്പർ ഓഫ് വർക്കേഴ്സ് 1, ഒരു വർക്കർ. അപ്പൊ എത്ര കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തു നമ്മുടെ കാണിക്കുന്നത്? 15 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. മാർജിനൽ പ്രോഡക്റ്റ് എപ്പോഴും തന്നെയാണ് 15 തന്നെ. അപ്പൊ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റോ? പക്ഷെ ഇവിടെ കമ്പ്യൂട്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. ആ കമ്പ്യൂട്ടറിന്റെ മൂല്യം നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കണക്കാക്കിയത് എത്ര രൂപയ്ക്കാണ്? 20,000 രൂപയ്ക്കാണ്. അപ്പോ ഒരു വർക്കറെ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരാളാണെങ്കിൽ അയാൾ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും? 15 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ അഡീഷണൽ ആയിട്ട് വരുന്നത് എത്ര തന്നെയാണ്? 15 എണ്ണം തന്നെയാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 × 20,000 3 ലക്ഷം. 15 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തു, 20,000 രൂപയ്ക്ക് വിൽക്കപ്പെടുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ലക്ഷം. അടുത്തത് നമ്പർ ഓഫ് വർക്കർ, 2 വർക്കർമാർ വന്നു. അപ്പൊ അതിന്റെ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് പെർ ഇയർ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു? 2 ആളായപ്പോ 28 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കാണുക? ഈ 28 നിന്നും 15 മൈനസ് ചെയ്തിട്ടാണ് മാർജിനൽ പ്രോഡക്റ്റ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്പർ ഓഫ് വർക്കർ 2, കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യണത് എത്ര എണ്ണാണ്? 28 എണ്ണം. 2 ആള് വന്നപ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ എണ്ണം എത്രയാണ്? 28 എണ്ണം. ഇനി മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത കമ്പ്യൂട്ടറിന്റെ എണ്ണവും ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത കമ്പ്യൂട്ടറിന്റെ എണ്ണവും മൈനസ് ചെയ്യുമ്പോഴാണ് മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുക. എത്ര? 13. ഈ 13 കൊണ്ട് ഞാൻ പറഞ്ഞു വാല്യൂ, ഒരു കമ്പ്യൂട്ടറിന്റെ വാല്യൂ ആണ് 20,000. ആ 13 × 20,000 ചെയ്യുമ്പോ എത്രയാ വരുന്നത്? 2,60,000. അപ്പൊ എത്രയും മൊത്തം കിട്ടിയത്? 2 ആള് കൂടി എഴുതിയിട്ട് കുറെ വാല്യൂ കൂടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. 2 കുറയുക ചെയ്ത് 2,60,000. വീണ്ടും ആളുകൾ കൂടി, 3 ആളായി. നമ്പർ ഓഫ് വർക്കേഴ്സ് 3 ആയി. കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര എണ്ണായി? 39 ആയി. 3 ആള് ചേർന്നിട്ട് ആകെ എത്ര എണ്ണേ പോകാം? ഒരാള് ചേർന്നിട്ട് 15 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇവിടെ 3 ആള് വന്നപ്പോ എത്ര എണ്ണേ പ്രൊഡ്യൂസ് ചെയ്യണുള്ളൂ? 39. 2 ആള് ചേർന്നപ്പോ എത്രയെ പ്രൊഡ്യൂസ് ചെയ്ത്? 28 എണ്ണം. പക്ഷെ 3 ആളായപ്പോ ആകെ 39 തന്നെ ഉള്ളൂ. അപ്പൊ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 39 നിന്ന് 28 മൈനസ് ചെയ്യുമ്പോ എത്ര കിട്ടുക? 11, 11. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കമ്പ്യൂട്ടറിന്റെ വാല്യൂ 20,000 ആണ്. അപ്പൊ ഈ 11 × 20,000 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2,20,000. അപ്പൊ കുട്ടികളെ ശരിക്കും നോക്കൂ, ഇവിടെ ആളുകൾ കൂടി കരുതിയിട്ട് കമ്പ്യൂട്ടറിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല. വീണ്ടും ആള് കൂടി. ആളെത്ര എണ്ണം കൂടിയേ? 4 ആള് കൂടി. അപ്പോഴും കമ്പ്യൂട്ടറിന്റെ എണ്ണം വർദ്ധിച്ചു. പക്ഷെ ഒരാൾ ഉണ്ടാക്കണില്ല. 47 എണ്ണയെ ഉത്പാദിപ്പിക്കണുള്ളൂ. എത്ര ആള് ചേർന്നിട്ട്? 4 ആള് ചേർന്നിട്ട്. അപ്പൊ നമുക്ക് അതിന്റെ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ടീച്ചർ പറഞ്ഞു 47 മൈനസ് 39 എത്ര? 8. മാർജിനൽ പ്രോഡക്റ്റ് പറയുന്നത് എത്രയാണ്? 8. എങ്ങനെ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു കമ്പ്യൂട്ടറിന്റെ വാല്യൂ 20,000. അപ്പൊ മാർജിനൽ പ്രോഡക്റ്റിന്റെ പ്രോഡക്റ്റ് നമുക്ക് എത്ര കിട്ടിയത്? 8. കാരണം 47 മൈനസ് 39 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 കിട്ടി. അപ്പൊ നമുക്ക് 8 × 20,000 വീണ്ടും കുറഞ്ഞു. വാല്യൂ കുറയാൻ ആള് കൂടുന്തോറും വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടറിന്റെ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് കുറഞ്ഞു വരികയാണ്. എത്രയാണ്? 1,60,000 ആയി. നെക്സ്റ്റ് അടുത്തത് എത്രയാണ്? 5 ആളായി. കമ്പ്യൂട്ടർ നിർമ്മിക്കാനുള്ള തൊഴിലാളികൾ എത്ര എണ്ണായി? 5 ആളായി. 5 ലേബേഴ്സ് ആയി.
കമ്പ്യൂട്ടർ വർദ്ധിക്കുന്നുണ്ട്. എത്ര എണ്ണം? 52 ഉണ്ട്. പക്ഷെ അത് പോരാ, ഒരാള് 15 ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പൊ ആ ഇതില് നോക്കുമ്പോ കുറയാ ചെയ്യുന്നത്. 5 ലേബേഴ്സ് കമ്പ്യൂട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്തേ? 52, 52. അപ്പൊ നമുക്ക് അതിന്റെ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ടീച്ചർ പറഞ്ഞു തന്നു. 52 - 47 എത്രയാണ്? 5. വാല്യൂ എത്ര? 20,000. ആ 5 × 20,000 1,00,000. വാല്യൂ വീണ്ടും കുറഞ്ഞു. 3 ലക്ഷത്തിൽ കടക്കുന്ന വാല്യൂ ആണ്. ഒരാൾ ഉത്പാദിപ്പിച്ച സമയത്ത് 3 ലക്ഷം ഉണ്ടായിരുന്ന വാല്യൂ എത്രയായി മാറി? വെറും 1,00,000 മാറി. അപ്പൊ ആ തൊഴിലാളികളോട് കുറെ കൂടിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല. അടുത്തത് ലേബേഴ്സിന്റെ എണ്ണം എത്രയാണ്? 6. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര 6 ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. 6 തൊഴിലാളികള് കമ്പ്യൂട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 55 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെ? 55 - 52 3 ഇൻറ്റു ഒരു കമ്പ്യൂട്ടറിന്റെ വില 20,000. 3 × 20,000 60,000. അപ്പോഴും കമ്പ്യൂട്ടറിന്റെ മൂല്യം എന്തായി സംഭവിക്കുകയാണ്? കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ വീണ്ടും വർക്കേഴ്സ് കൂടി. എത്ര കൂടി? 7 ആളായി. 7 തൊഴിലാളികൾ. ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനിയിൽ 7 ലേബേഴ്സ്, 7 ലേബേഴ്സ് അവര് വർദ്ധിക്കും. കമ്പ്യൂട്ടർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എത്ര എണ്ണം ഉത്പാദിപ്പിച്ചു? 57 എണ്ണം ഉത്പാദിപ്പിച്ചു. പക്ഷെ അത് പോരാ, ഒരാള് 15 എണ്ണം ഉത്പാദിക്കുന്നിടത്താണ് ഇവിടെ ആകെ 7 ആള് ചേർന്നിട്ട് എത്രയേ ഉത്പാദിപ്പിക്കുന്നുള്ളൂ? 57. അപ്പൊ മാർജിനൽ പ്രോഡക്റ്റ് എത്രയാണ്? 55 - 57. സോറി, 57 - 55 എത്ര? 2. മാർജിനൽ പ്രോഡക്റ്റ് അഥവാ അഡീഷണൽ പ്രോഡക്റ്റ് എത്രയേ വന്നിട്ടുള്ളൂ? 2. എന്ത് ചെയ്താൽ മതി? ഒരു കമ്പ്യൂട്ടറിന്റെ വില 20,000. 20,000 ഇൻറ്റു 2 40,000. ആള് കൂടി എഴുതിയിട്ട് വാല്യൂ എന്താ ചെയ്യുന്നത്? കുറയുക ചെയ്യുന്നത്. പിന്നെ 8 ആളായി. 8 ആളായപ്പോഴും ഉത്പാദിപ്പിക്കുന്നത് എത്ര തന്നെ ഉള്ളൂ? 57 എണ്ണം. വർത്താനം പറഞ്ഞിരിക്കാവൂല്ലേ? അപ്പൊ 8 തൊഴിലാളികളായപ്പോ 57 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. 7 തൊഴിലാളികളായപ്പോഴും 57 കമ്പ്യൂട്ടർ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 7 തൊഴിലാളികളാവുമ്പോഴും 57 കമ്പ്യൂട്ടറെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. 8 ലേബേഴ്സ് ആവുമ്പോഴും എത്ര കമ്പ്യൂട്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? 57 അഥവാ 57 കമ്പ്യൂട്ടറെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ടോ മക്കളെ? ഇല്ല. കാരണം എന്താ? 57 മൈനസ് ചെയ്താൽ 0. അതുകൊണ്ട് നമ്മളെ വാല്യൂ ഓഫ് ദ മാർജിനൽ പ്രോഡക്റ്റ് എത്ര? 0. ഈ ടേബിളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലേബേഴ്സിന്റെ എണ്ണം വർദ്ധിക്കും തോറും മാർജിനൽ പ്രോഡക്റ്റും ഡിക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റും ഡിക്രീസ് ചെയ്യും. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ലേബേഴ്സിന്റെ എണ്ണം വർദ്ധിക്കും തോറും കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വർദ്ധിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ എവിടെ കുറവ് കാണിക്കുന്നത്? മാർജിനൽ പ്രോഡക്റ്റിലും കുറവ് സംഭവിക്കുന്നു, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റിലും കുറവ് സംഭവിക്കുന്നു. ഇതാണ് നമുക്ക് ഈ ടേബിളിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ടീച്ചർ എടുത്ത ടോപ്പിക് ഏതാ? ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റിലെ ഡിഫറന്റ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് ടീച്ചർ ഡിഫൈൻ ചെയ്യുന്നത്. 2 എണ്ണം ഉണ്ട്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്, ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്. പെർഫെക്റ്റ് അതിൽ വരുന്നതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഏതില്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ വരുന്നതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നതാണ് ഡിമാൻഡ് ഫോർ ലേബർ. ഡിമാൻഡ് ഫോർ ലേബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഘടകങ്ങളാണ്. ഏതൊക്കെ? പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും വർക്കേഴ്സ് ഔട്ട്പുട്ടും. അതിനെ വ്യക്തമാക്കി തരുന്നതാണ് ഏത്? ഈ ഒരു ടേബിള്. ഈ ടേബിളിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്പർ ഓഫ് വർക്കേഴ്സ് വർദ്ധിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും മാർജിനൽ പ്രോഡക്റ്റും വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റും എന്ത് സംഭവിക്കുകയാണ്? കുറയാണ് എന്നാണ് നമുക്ക് ഈ ടേബിളിൽ നിന്നും വ്യക്തമാക്കി തരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബർ. അതായത് ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെ? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബർ. ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്റ്റ് ചെയ്യുന്നത് പ്രധാനമായും 2 ഘടകങ്ങളാണ്. ഫസ്റ്റ് വൺ, ആൻ ഇൻക്രീസിംഗ് ദ പ്രൈസ് ഓഫ് കമ്പനീസ് ഔട്ട്പുട്ട്. ആൻ ഇൻക്രീസിംഗ് ദ പ്രൈസ് ഓഫ് കമ്പനീസ് ഔട്ട്പുട്ട്.
കമ്പനിയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പ്രൈസിന്റെ വർധനവ്. ആൻഡ് ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് കമ്പനീസ് ഔട്ട്പുട്ട്, കമ്പനിയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പ്രൈസിന്റെ വർധനവും. ആൻഡ് ഇൻക്രീസിങ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് കമ്പനീസ് വർക്കേഴ്സ്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയിലുള്ള വർധനവും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ആൻഡ് ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് കമ്പനീസ് ഔട്ട്പുട്ട്, കമ്പനിയുടെ ഔട്ട്പുട്ടിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വർധനവും. നെക്സ്റ്റ് വൺ, ആൻഡ് ഇൻക്രീസിങ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് കമ്പനി വർക്കേഴ്സ്, കമ്പനിയുടെ വർക്കേഴ്സിന്റെ ലേബർ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന വർധനവും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ അത് വ്യക്തമാക്കി തരാൻ നമുക്ക് വീണ്ടും ഒരു ചാർട്ട് കാണിച്ചു തരികയാണ്. ടീച്ചർ നെക്സ്റ്റ് ടോപ്പിക് എടുത്തപ്പോൾ, കഴിഞ്ഞ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞു തന്നിരുന്നു എന്ത്, ഒരു ടേബിൾ വിശകലനം ചെയ്തിരുന്നു. സെയിം അതേപോലത്തെ ടേബിൾ തന്നെയാണ്. അവിടെ നമ്മൾ 20,000 വാല്യൂ ആയിട്ട് പറഞ്ഞു തന്നത്, ഇവിടെ 30,000 മാറ്റുള്ളൂ. അപ്പൊ മക്കളെ, ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ്. ആൻഡ് ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് കമ്പനീസ് ഔട്ട്പുട്ടും ആൻഡ് ഇൻക്രീസിങ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് കമ്പനീസ് വർക്കേഴ്സും. അതായത് കമ്പനിയിലെ ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയുടെ വർധനവും കമ്പനിയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന പ്രൈസുമാണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ടേബിൾ 2, 14ാമത്തെ ചാപ്റ്ററിലെ ടേബിൾ 2 ആണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് വർക്കേഴ്സ് 0 തൊട്ട് 8 നമ്പേഴ്സാണ് ഇട്ടിട്ടുള്ളത്. അവിടെ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ്ഡ് ഇയർ, ഓരോ വർഷവും എത്ര കമ്പ്യൂട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എന്താണ്. അവിടെ ശ്രദ്ധിക്കൂ, നമ്പർ ഓഫ് വർക്കേഴ്സ്, ഒരു വർക്കറും ഇല്ല, 0. അപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യോ, ഇല്ല, അതും 0. മാർജിനൽ പ്രോഡക്റ്റ് അപ്പോൾ എന്തായിരിക്കും, 0. അവിടെ വാല്യൂ ഉണ്ടായിരിക്കുമോ, ഇല്ല, ഇവിടെയൊക്കെ ഇതൊക്കെ 0 ആയിരിക്കുമ്പോൾ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എന്ത് തന്നെയാണ്, 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഒരു വർക്കർ, നമ്പർ ഓഫ് വർക്കേഴ്സ് 1. അപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന, നേരത്തെ ടേബിളും സെയിം ടേബിൾ ഏകദേശം ഇത് ഒരേപോലെ തന്നെയാണ്, വാല്യൂവിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരാളാണ്. ഒരു കമ്പനിയിൽ ഒരാളായിരിക്കുമ്പോൾ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ എത്ര എണ്ണം, 15 എണ്ണം. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്ര തന്നെ, 15 എണ്ണം. വാല്യൂ 4,50,000 വാല്യൂ ഇവിടെ അതിന്റെ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് കണ്ടെത്തിയത് 4,50,000. ഈ 4,50,000 കിട്ടിയത് എങ്ങനെയാണ്, 30,000 × 15 ആണ് ഇവിടെ എന്ത്, 4,50,000. ഇത് കിട്ടാൻ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ വാല്യൂ തന്നിരുന്നില്ല. 4,50,000-നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ കിട്ടും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ വരും, ഇങ്ങനെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇട്ടിട്ടുണ്ടായിരിക്കും, കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ്ഡ് ഇയർ ഉണ്ടായിരിക്കും, മാർജിനൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, ചിലപ്പോൾ ഇങ്ങനെ വാല്യൂ മൊത്തത്തിലുള്ള വാല്യൂ തരും. മാർജിനൽ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ കണ്ടെത്തുക. പക്ഷെ ഓരോന്നിന്റെയും വാല്യൂ എത്ര കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ 4,50,000-നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ എത്രയാണ്, 30,000 കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ ആദ്യം തന്നിരുന്നില്ല, ടീച്ചർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഈ 4,50,000 വന്നത് എങ്ങനെയാണ്, 30,000-നെ 15 കൊണ്ട് ഗുണിക്കുമ്പോഴും 4,50,000 വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ 30,000 എങ്ങനെ കിട്ടുക മനസ്സിലാക്കുക, എന്ത് ചെയ്താൽ മതി, 4,50,000-നെ 15 കൊണ്ട് ഹരിക്കുമ്പോഴും എന്ത് നമുക്ക് കിട്ടും, 30,000 കിട്ടും. വാല്യൂ 30,000 ആണ്. ആ 30,000-നെ മാർജിനൽ പ്രോഡക്റ്റ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് കേട്ടോ 4,50,000 കിട്ടുക. പിന്നെ അതേപോലെ രണ്ടാമത്തെ ആൾ വന്നു, അപ്പൊ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, വർദ്ധിക്കുക തന്നെയാണ്, 28 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു രണ്ടാൾ വന്നപ്പോ. അപ്പൊ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ഈ 28-നെ 15 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും, 13. ഈ 13ഉം 30,000 ഗുണിക്കുമ്പോഴാണ് ഏത് കിട്ടുന്നത്, 3,90,000 കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് വേറെ രീതിയിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി, 3,90,000-നെ 13 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 30,000 കിട്ടും. അപ്പോഴാണ് നമ്മളെ ഇതിൻ്റെയൊക്കെ
ഇതിനൊക്കെ ഈ മാർജിനൽ പ്രോഡക്റ്റ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒരേ സംഖ്യ കിട്ടണം, 30,000 കിട്ടണം. അപ്പോഴാണ് നമ്മളുടെ ഈ ടേബിള് നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ മക്കളെ, മൂന്നാമതൊരു തൊഴിലാളി വന്നു, മൂന്നാമതൊരു ലേബർ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 39 എണ്ണായി പ്രൊഡ്യൂസിങ്. മാർജിനൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? ഈ 39 മൈനസ് 28, 39 മൈനസ് 28, എത്ര ആൻസർ? 11. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടും? 30,000-നെ 11 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3,30,000. അങ്ങനെ ഇതൊക്കെ അതേപോലെ തന്നെ. പിന്നെ 4 ലേബേഴ്സ് വന്നു. 4 ലേബേഴ്സ് വരുമ്പോൾ കമ്പ്യൂട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്ത്? 47 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. മാർജിനൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എങ്ങനെ? ഈ 47-ൽ നിന്നും 39 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 8 ആവും. അപ്പൊ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ 8-നെ 30,000 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുക? 2,40,000. ഇനി ഇത് 30,000 ആണോ എന്ന് മനസ്സിലാക്കാനും എന്ത് ചെയ്താൽ മതി? 2,40,000-നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടണം? 30,000 കിട്ടണം. എങ്ങനെ ചെയ്ത് നോക്കുമ്പോഴും ഒരേ ഇത് വരണം. അതായത് 30,000 എന്നാണ് ഇതിൻ്റെയൊക്കെ വാല്യൂ. ആ വാല്യൂ കറക്റ്റ് ആണോ നോക്കാം. ഒന്നുമില്ലെങ്കിൽ ഇതിനെ ഈ ആൻസറിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 30,000 കിട്ടുന്നുണ്ടോ നോക്കുക. ഈ 2,40,000 കിട്ടുക എങ്ങനെ മനസ്സിലായില്ലേ? അതായത് ഈ 30,000-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 2,40,000 കിട്ടും. ഓക്കെ. പിന്നെ അഞ്ചാമതൊരാൾ വന്നു. വന്നപ്പോൾ എത്ര കമ്പ്യൂട്ടറാണ് പ്രൊഡ്യൂസ് ചെയ്തത്? 52 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. മാർജിനൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എങ്ങനെ? 52 മൈനസ് 47. 52-ൽ നിന്ന് 47 മൈനസ് ചെയ്തപ്പോൾ 5 ആൻസർ വന്നു. ആ 5-നെ 30,000 ഗുണിക്കുമ്പോൾ 1,50,000 കിട്ടും. ഇനി ആ 1,50,000-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 30,000 കിട്ടുന്നുണ്ടോ നോക്കിയ ആൻസർ കറക്റ്റാണ്. പിന്നെ 6 ആൾ വന്നു. അപ്പൊ എത്ര എണ്ണം കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തു? 55 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 55 കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 55 മൈനസ് 52, 55 മൈനസ് 52, എത്ര ആൻസർ വന്നേ? 3. ആ 3-നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 30,000 കൊണ്ട് 3-നെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 90,000. ഇനി അത് ആൻസർ ശരിയാണോ നോക്കാൻ. 90 ഹരിക്കണം 3 ചെയ്താൽ 30,000 കിട്ടുമ്പോൾ ആൻസർ കറക്റ്റ് ആവും. പിന്നെ ലേബേഴ്സ് എത്ര വന്നു? 7 ആൾ വന്നു. അപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്ത്? 57. 8 ആൾ വരുമ്പോഴും കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 57 തന്നെയാണ് കേട്ടോ. അപ്പോൾ 7 ആൾ വന്നു. നമ്മളുടെ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 57 മൈനസ് 55, എത്ര ആൻസർ? 2. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? 30,000-നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര? 60,000. ഇനി അത് കറക്റ്റ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? 60,000 ഹരിക്കണം 2 ചെയ്ത് നോക്കുമ്പോൾ 30,000 വരുന്നുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആണ്. അടുത്തത് 8 ആൾ വന്നു. 8 ആൾ വന്നപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര തന്നെ ഉള്ളൂ? നേരത്തെ പറഞ്ഞതുപോലെ 57 തന്നെ ഉള്ളൂ. മാർജിനൽ പ്രോഡക്റ്റ് ഇല്ല. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. നമ്പർ ഓഫ് വർക്കേഴ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും മാർജിനൽ പ്രോഡക്റ്റും വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റും കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ ലേബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഘടകങ്ങളാണ്. ആൻഡ് ഇൻക്രീസിംഗ് ദ പ്രൈസ് ഓഫ് കമ്പനീസ് ഔട്ട്പുട്ടും ആൻഡ് ഇൻക്രീസിംഗ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് കമ്പനി വർക്കേഴ്സുമാണ്. ഇതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബർ എന്ന തിയറിയിൽ വ്യക്തമാക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കാണ് സപ്ലൈ ഓഫ് ലേബർ. ഇതൊക്കെ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന ടോപ്പിക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൊക്കെ പഠിക്കുന്നത്. അതില് ഡിമാൻഡ് ഫോർ ലേബർ ആദ്യം പഠിച്ചു. ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്ട് ചെയ്യുന്നത് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്ലൈ ഓഫ് ലേബർ. എന്താണ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞാല്? സപ്ലൈ ലേബേഴ്സിനെ വിതരണം ചെയ്യുക. സപ്ലൈ ഓഫ് ലേബർ ശ്രദ്ധിച്ചോളൂ. ദ ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ലേബർ ടു സപ്ലൈ ഈസ് എ ചോയ്സ് ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് ലേഷ്യർ. എന്താണ് സപ്ലൈ ഓഫ് ലേബർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച്, എങ്ങനെയാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്? ദ ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച് ലേബർ ടു സപ്ലൈ, ലേബർ സപ്ലൈ ഈസ് എ ചോയ്സ് ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് ലേഷ്യർ. ലേബർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്?
കൺസപ്ഷൻ ഉപഭോഗം, ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം. അപ്പോ കൺസപ്ഷനും ലേഷ്യറും തമ്മിലുള്ള എന്താണ് ചോയ്സ്, അവ തമ്മിലുള്ള തെരഞ്ഞെടുക്കലാണ് ഏത് സപ്ലൈ ഓഫ് ലേബർ. ദ ഡിസിഷൻ അബൌട്ട് ഹൗ മച്ച്, ഒരു തീരുമാനം എടുക്കുക എന്തിന്, ലേബർ ടു സപ്ലൈ ഈസ് എ ചോയ്സ് ബിറ്റ്വീൻ കൺസപ്ഷൻ ആൻഡ് ലേഷ്യർ. ഉപഭോഗത്തിനും ഒഴിവു സമയത്തിനുമുള്ള ഒരു ഏതാണ്, ഉപഭോഗമാണോ വേണ്ടത്, ലേഷ്യർ കൺസപ്ഷൻ ആണോ വേണ്ടത്, ലേഷ്യർ എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവു സമയമാണോ വേണ്ടത് എന്ന് ചോയ്സ് തെരഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനമെടുക്കലാണ് എന്ത് സപ്ലൈ ഓഫ് ലേബർ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ലേഷ്യർ എന്ന് അറിയണം നമുക്ക്. ലേഷ്യർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒഴിവു സമയം. ലേഷ്യർ ഇംപ്ലൈസ് ദ ടൈം അവൈലബിൾ ടു എ പേഴ്സൺ വെൻ നോട്ട് വർക്കിംഗ്. ടൈം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും, എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ലേഷ്യർ ഇംപ്ലൈസ് ദ ടൈം അവൈലബിൾ, ടൈം ഒരുപാട് ഉണ്ടായിരിക്കും, പക്ഷേ എന്തു ചെയ്യുന്നില്ല, നോട്ട് വർക്കിംഗ്, തൊഴിൽ ചെയ്യുന്നില്ല. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേഷ്യർ ഇംപ്ലൈസ് ദ ടൈം അവൈലബിൾ ടു എ പേഴ്സൺ വെൻ നോട്ട് വർക്കിംഗ്. ടൈം ഒരുപാട് ഉണ്ടായിരിക്കും, പേഴ്സൺ എന്തു ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ബൈ ഗിവിംഗ് അപ്പ് ലേഷ്യർ എ പേഴ്സൺ റിസീവ് അഡീഷണൽ ഇൻകം and this enable him her to increase consumption. പക്ഷേ ലേഷ്യർ എന്താണ് അവിടെ ഗിവിങ് ചെയ്യുന്നത്, പേഴ്സൺ റിസീവ് അഡീഷണൽ ഇൻകം. അങ്ങനെ ഒരു ഒഴിവു സമയം ഉണ്ടാവണമെങ്കിൽ ഒരു വ്യക്തിക്ക് എന്ത് വേണം, അഡീഷണൽ ഇൻകം ഉണ്ടായിരിക്കണം. അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഒഴിവു സമയം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാം റിട്ടയർമെന്റ്. എന്തിനാണ് റിട്ടയർമെന്റ് ഉണ്ടാവണേ, 57 വയസ്സ് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവും. റിട്ടയർഡ് ആവുമ്പോൾ ആ വ്യക്തിക്ക് അവിടെ എന്താണ്, ഒഴിവു സമയം തന്നെയാണ്. വേണമെങ്കിൽ ജോലി ചെയ്യാന്നേ ഉള്ളൂ, ജോലി ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു ഇൻകം, ഒരു അഡീഷണൽ ഇൻകം മന്ത്ലി ഇങ്ങനെ ലഭിക്കും അല്ലേ. അതുകൊണ്ട് ലേഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആൾക്കേ ലേഷ്യർ ആവാൻ പറ്റുള്ളൂ, അഡീഷണൽ ഇൻകം കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ എന്തു പറ്റുള്ളൂ, ലേഷ്യർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്, ഹിമ്മർ ടു ഇൻക്രീസ് കൺസപ്ഷൻ, ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്യും. ഒഴിവു സമയം കിട്ടണമെങ്കിൽ അഡീഷണൽ ഇൻകം വേണം. അങ്ങനെ അഡീഷണൽ ഇൻകം ഉണ്ടാവുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഉപഭോഗം, വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് വാങ്ങിക്കൂട്ടാനും തോന്നും അല്ലേ, അപ്പൊ ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്യുന്നു. The willingness to supply labor is greater than the wage rate is higher. എന്താണ് പറയുന്നത്, the willingness to supply labor, ഒരു ലേബറിന്റെ സപ്ലൈ എന്ന് പറയുമ്പോൾ എങ്ങനെ ഗ്രേറ്റർ ദാൻ ആണ്, വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, വാങ്ങാനുള്ള കഴിവ്, വില്ലിങ് ആണ്. ശേഷി, കഴിവ് എന്നൊക്കെയാണ് വില്ലിങ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സപ്ലൈ ഓഫ് ലേബറിന്റെ വില്ലിങ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിവ് എന്ന് പറഞ്ഞാൽ എന്ത്, എങ്ങനെയാണ്, the willingness to supply labor is greater than the wage rate is higher. ഒരു സപ്ലൈ ഓഫ് ലേബറിന്റെ വില്ലിങ്നെസ്, കഴിവ് ഗ്രേറ്റർ ദാൻ ആവണമെങ്കിൽ ഏത് ഹയർ ആയിരിക്കണം, ഏത് കൂടുതലായിരിക്കണം, വേജ് റേറ്റ് ഹയർ ആയിരിക്കണം. ഒരു തൊഴിലാളിക്ക് ഒരു സപ്ലൈ ഓഫ് ലേബറിന്റെ വില്ലിങ്നെസ്, പവർ അഥവാ കഴിവ് വർദ്ധിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കൂടുതലായിട്ടുണ്ടാവണം, വേജ് കൂടുതലായിട്ടുണ്ടാവണം. ഒരു സപ്ലൈ ഓഫ് ലേബറിന് വില്ലിങ്നെസ് ആവണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കൂടുതലായിരിക്കണം എന്നാ പറയുന്നത്, വേജ് ഉണ്ടാവണം, പണം ഉണ്ടാവണം. വേജ് പറഞ്ഞാൽ കൂലി. ആ കൂലി ധാരാളം ലഭിക്കുമ്പോഴേ അദ്ദേഹത്തിന് എന്തുണ്ടാവുള്ളൂ, എന്തും വാങ്ങാനുള്ള കഴിവ് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദ റിസൾട്ട് ഇൻ ടു ദ അപ്വാർഡ് ഫ്ലോപ്പ് ഓഫ് സപ്ലൈ കർവ് അപ് ടു എ പോയിന്റ് ആൻഡ് ദെൻ ബെൻ ബാക്ക്വാർഡ് സപ്ലൈ കർവ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട്, ഇതിന്റെ ഫലം എന്ന് പറയുന്നത് എന്താ, നമ്മളെ ഈ സപ്ലൈ ഓഫ് ലേബറിന്റെ കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അപ്വാർഡ് സ്ലോപ്പ് ഓഫ് സപ്ലൈ കർവ്. അപ്വാർഡ്, മുകളിൽ നിന്നും താഴേക്ക്. അപ്വാർഡ് പറഞ്ഞാൽ എന്താ, മുകളിൽ നിന്നും താഴേക്കുള്ള ഫ്ലോപ്പ് ആയിരിക്കും ഏതിനുണ്ടായിരിക്കുക, സപ്ലൈ ഓഫ് ലേബർ കർവ് ഉണ്ടായിരിക്കുക. ബെൻഡ് ബാക്ക്വാർഡ് സപ്ലൈ കർവ്.
മുകളിൽ നിന്നും താഴേക്ക് പോറുന്തോറും ഇവിടെ ഒരു ബെൻഡാവുണ്ട്, ഇങ്ങനെ വളയുന്നുണ്ട് അല്ലെ. വളഞ്ഞിട്ടാണ് എന്ത് പോരുന്നത്, സപ്ലൈ കർവ് പോരുന്നത്. കാരണം നമുക്കറിയാം അങ്ങനെ സപ്ലൈ കർവ് ഇങ്ങനെ അപ്വാർഡ് ബെൻഡിങ് സപ്ലൈ ഓഫ് ലേബർ ആവാൻ കാരണം എന്താണ്, തൊഴിലാളികൾക്ക് കൂടുതൽ വേജ് കിട്ടുമ്പോഴാണ് അവര് കൂടുതൽ കൺസപ്ഷൻ ഉണ്ടാക്കുക, ഉപഭോഗം നടത്തുക. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഉപഭോഗം നടത്തുക. അപ്പൊ ഈ കർവ് ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് പിന്നെ താഴേക്ക് പോരുമ്പോ ബെൻഡ് ആവുന്നുണ്ട്, ഇവിടെ വളയുന്നുണ്ട്. വളയാനുള്ള കാരണം എന്തുകൊണ്ടാണ്, നമുക്കറിയാം വേജ് കൂടുതൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ അപ്വാർഡ് ആവുള്ളൂ. അല്ലെങ്കിൽ വേജ് ഇല്ലെങ്കിൽ ആ തൊഴിലാളിയുടെ ഉപഭോഗം എന്ന് പറയുന്നത് എങ്ങനെ തന്നെയായിരിക്കും, ഡൗൺവാർഡ് ആവാം. അതുകൊണ്ടാണ് ഇങ്ങനെ കർവ് വരാനുള്ള കാരണം. അപ്പൊ ഒരു സപ്ലൈ ഓഫ് ലേബർ വില്ലിങ് ആവുക എപ്പോഴാണ്, വേജ് റേറ്റ് ഹൈ ആവുമ്പോഴാണ്. ഒരു സപ്ലൈ ഓഫ് ലേബർ വില്ലിങ്നെസ് ആയി തീരെ എപ്പോഴാണ്, വേജ് റേറ്റ് ഹയർ ആവുമ്പോഴാണ്. അതിന്റെ ഫലമായിട്ട് സപ്ലൈ ഓഫ് ലേബറിന്റെ കർവ് എങ്ങനെയാണ് എന്നാ പറയുന്നത്, അപ്വാർഡ് ഫ്ലോപ്പിംഗ് കർവ് അപ് ടു പോയിന്റ് ദെൻ ബെൻഡ് ബാക്ക്വാർഡ് സപ്ലൈ കർവ്. മുകളിലേക്കും പോകുന്നുണ്ട്, ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്കും. കണ്ടോ, മുകളിലേക്കും പോരുന്നുണ്ട് സപ്ലൈ കർവ്, ബെൻഡ് ചെയ്യാത്ത വളഞ്ഞുകൊണ്ട് എങ്ങോട്ടും പോരുന്നുണ്ട്, താഴേക്കും പോരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സപ്ലൈ കർവിന്റെ ഡയഗ്രാം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോരാനുള്ള കാരണം. ഇവിടെ നോക്കൂ, ഇങ്ങനെ പോരുമ്പോൾ ഹവേഴ്സ് ഓഫ് വർക്ക്, ഹവേഴ്സ് ഓഫ് ലേഷ്യർ, അതായത് കുറച്ചാൾക്കാർ ജോലി ചെയ്യും, കുറച്ചാൾക്കാർ ഒഴിഞ്ഞിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഈ കർവ് മുകളിൽ നിന്നും താഴേക്ക് ബെൻഡായിട്ട് പോരാനുള്ള കാരണം. ഓക്കെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബർ. നെക്സ്റ്റ് ടോപ്പിക്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബർ. എന്തൊക്കെയാണ് സപ്ലൈ ഓഫ് ലേബറിനെ ഫാക്ടേഴ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയെന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബറിനെയും എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബർ, അതായത് അറ്റ് ദ മാക്രോ എക്കണോമിക് ലെവൽ the most important factor affecting the supply of labor is the size of the working age population. അതായത് സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്നത് എന്താണ്, അറ്റ് ദ മാക്രോ എക്കണോമിക് ലെവൽ. ഒരു മാക്രോ എന്ന് പറഞ്ഞാൽ എന്താന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്രോ എന്ന് പറഞ്ഞാല് മൊത്തത്തിലുള്ളത്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥ എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാക്രോ എക്കണോമിക് ലെവൽ. അപ്പൊ മാക്രോ എക്കണോമിക് ലെവലിന്റെ അടിസ്ഥാനത്തിൽ അറ്റ് ദ മാക്രോ എക്കണോമിക് ലെവൽ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബർ ഈസ് ദ സൈസ് ഓഫ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. ഒരു മാക്രോ എക്കണോമിക് ലെവലിന്റെ പ്രധാനപ്പെട്ട സപ്ലൈ ഓഫ് ലേബർ എന്തുമായി സ്വാധീനിക്കപ്പെടുന്നുണ്ട്, സൈസ് ഓഫ് ദ വർക്കിംഗ് ഏജ് ഓഫ് പോപ്പുലേഷൻ. വർക്കിംഗ് ഏജ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോപ്പുലേഷനിൽ വർക്ക് ചെയ്യാനുള്ള പ്രായം. അപ്പോ സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു ജനസംഖ്യയില് തൊഴിൽ ചെയ്യാനുള്ള പ്രായം. നമുക്കറിയാം തൊഴിൽ ചെയ്യാനുള്ള പ്രായം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 18 വയസ്സ് തൊട്ട് 57 അല്ലെങ്കിൽ ഒരു 64 വയസ്സ് വരെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ തൊഴിൽ ചെയ്യാനുള്ള ഒരു പ്രായം എന്ന് പറയുന്നത്. അതാണ് എന്തിനെ എഫക്ട് ചെയ്യുന്നത്, സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്നത്. ഒരു മൊത്തത്തിലുള്ള മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്നത് എന്താണ്, സൈസ് ഓഫ് ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. വർക്കിംഗ് ഏജ്, ജനസംഖ്യയിലെ വർക്കിംഗ് ഏജ്, തൊഴിൽ ചെയ്യാനുള്ള പ്രായം. ആൻഡ് ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞപ്പോൾ അതിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണ്, വർക്കിംഗ് ഏജ് പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താന്നാ പറയണത്, ഡൊമസ്റ്റിക് ബർത്ത് റേറ്റ്. നമ്മുടെ രാജ്യത്തുള്ള ബർത്ത് റേറ്റും ഡൊമസ്റ്റിക് ബർത്ത് റേറ്റും എമിഗ്രേഷൻ റേറ്റും ഒക്കെയാണ് മൊത്തത്തിലുള്ള
മൊത്തത്തിലുള്ള പോപ്പുലേഷന് ജോലി ചെയ്യുന്നതിനുള്ള പ്രായത്തെ സ്വാധീനിക്കുന്നത്. അപ്പൊ കുട്ടികളെ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്രോ എക്കണോമിക് ലെവലില് നോക്കുമ്പോൾ സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്നത് എന്താണ്? സൈസ് ഓഫ് ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. മാക്രോ എക്കണോമിക് ലെവലിൽ നോക്കുമ്പോൾ സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്നത് സൈസ് ഓഫ് ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. ജോലി ചെയ്യാനുള്ള ജനസംഖ്യയുടെ പ്രായമാണ്. ഇനി ജോലി ചെയ്യാനുള്ള ജനസംഖ്യയുടെ പ്രായത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്? ഡൊമസ്റ്റിക് ബർത്ത് റേറ്റ്, നമ്മുടെ രാജ്യത്തുള്ള ജനസംഖ്യ, ഇമിഗ്രേഷൻ, രാജ്യത്തിനകത്തും എമിഗ്രേഷൻ, രാജ്യത്തിന്റെ പുറത്തേക്കൊക്കെ ഉള്ള തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഫ്ലോ, അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏതിനെ സ്വാധീനിക്കുന്നത്? സൈസ് ഓഫ് ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷനെ സ്വാധീനിക്കുന്നത്. അപ്പൊ കുട്ടികളെ, നമ്മള് 2 ഘടകങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്, പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും. അതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് ഫോർ ലേബറും അതേപോലെ തന്നെ സപ്ലൈ ഓഫ് ലേബറും പഠിച്ചു. ഇനി ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങളും പഠിച്ചു, സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പൂർണ്ണ മത്സരമല്ലാത്ത അവസ്ഥ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓഫ് ദ എക്കോണമി അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മത്സരം എന്നാ പറയുക. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മത്സരമല്ലാത്ത മാർക്കറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ എവിടെയും പഠിക്കണം, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലും പഠിക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഡിമാൻഡ് ഫോർ ലേബറും പഠിച്ചു, സപ്ലൈ ഓഫ് ലേബറും പഠിച്ചു, ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണെന്നും പഠിച്ചു, സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്താണെന്ന് ഇതാ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബറും പഠിച്ചു. ഇനി അതേപോലെ നമുക്ക് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. അതിൽ വരുന്ന സബ് പോയിന്റ് ആണ് ഏത്? ഡിമാൻഡ് ഫോർ ലേബർ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ഡിമാൻഡ് ഫോർ ലേബർ പഠിക്കണം, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലും എന്ത് പഠിക്കണം? ഡിമാൻഡ് ഫോർ ലേബർ പഠിക്കണം. ഈ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് ഫോർ ലേബറിന്റെ പ്രത്യേകത എന്താ എന്ന് നമുക്ക് നോക്കാം. എന്താണ്? The firm in this market can sell larger output only if they are willing to accept a labor price. The firm in this market can sell larger output. ഒരു വിപണിയിലെ മാർക്കറ്റിൽ ഒരുപാട് ഔട്ട്പുട്ടുകൾ എന്ത് ചെയ്യുന്നു? സെൽ, വിൽക്കുന്നു. ഓൺലി ഇഫ് ദേ ആർ വില്ലിംഗ് ടു ആക്സെപ്റ്റ് എ ലോവർ പ്രൈസ്. പക്ഷെ വില്ലിംഗ് ആവുക എപ്പോ മാത്രാണ്? ഒരു ഫേം എന്ന വിപണി, ആ വിപണിയിലെ മാർക്കറ്റില് ഒരുപാട് ഔട്ട്പുട്ടുകൾ വിൽക്കപ്പെടുന്നു. ആ വിൽക്കപ്പെടുന്നത് വില്ലിംഗ് ആവും ആക്സെപ്റ്റ് ചെയ്യപ്പോ മാത്രമല്ല ലോവർ പ്രൈസ്, കുറഞ്ഞ പ്രൈസിന് വിൽക്കുമ്പോൾ മാത്രമേ ഒരു വിപണിയിലെ ഔട്ട്പുട്ടുകൾ വാങ്ങാനും അത് ആക്സെപ്റ്റ് ചെയ്യാനും ആളുകൾ തയ്യാറാവുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ ടീച്ചർ പറയുകയാണെങ്കിൽ, നമ്മൾ ഡ്രസ്സ് 1000 രൂപയ്ക്ക് കൊടുക്കുന്ന ഡ്രസ്സ് വെറും 300 രൂപയ്ക്കോ 100 രൂപയ്ക്കോ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങാണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മാർക്കറ്റില് അല്ലെങ്കിൽ ഒരു വിപണിയിലെ മാർക്കറ്റില് ലോ പ്രൈസിന് സാധനങ്ങൾ ഔട്ട്പുട്ട് വിൽക്കപ്പെടുമ്പോൾ മാത്രമേ അതിന് എന്തുണ്ടാവുള്ളൂ? വാങ്ങാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. അതാണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് ഫോർ ലേബറിന്റെ പ്രത്യേകത. ദ ഫേം ഇൻ ദീസ് മാർക്കറ്റ് ക്യാൻ സെൽ ലാർജർ ഔട്ട്പുട്ട്. കൂടുതൽ ഔട്ട്പുട്ട് സെല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വില്ലിംഗ് ടു ആക്സെപ്റ്റ് എ ലോവർ പ്രൈസ്. കുറഞ്ഞ പൈസ ആയിരിക്കണം അവിടെ, അപ്പോഴാണ് അതിന് വില്ലിംഗ് ആവുക. അടുത്തതായിട്ട് എന്താണ് അതിൽ പറയുന്നത്? ദ ഡിമാൻഡ് കർവ് ഫേസിംഗ് എ ടൈപ്പിക്കൽ ഫേം വിൽ ബി ഡൗൺവാർഡ് ഫ്ലോപ്പിംഗ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എപ്പോഴും ഫേസ് ചെയ്യുന്നത് എന്താണ്? ഡൗൺവാർഡ് ഫ്ലോപ്പിംഗ് ആണ്. താഴെ നിന്നും മുകളിലേക്കായിരിക്കും എന്തുണ്ടായിരിക്കുക? ഡിമാൻഡ് കർവ് ഉണ്ടായിരിക്കുക. അത് ആ ഡയഗ്രാം പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഡിമാൻഡ് കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഡിമാൻഡ് ഫോർ ലേബറിലെ താഴെ ആയിരിക്കും, ഡൗൺവാർഡ് ഫ്ലോപ്പിംഗ് ആയിരിക്കും. ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവാർഡ് ഫ്ലോപ്പിംഗ് ആയിരിക്കും. നെക്സ്റ്റ് എന്താ പറയണത്? എംപ്ലോയ്മെന്റ് ഓഫ് ആൻ അഡീഷണൽ വർക്കർ ലീഡ്സ് ടു റൈസ് ഇൻ ഔട്ട്പുട്ട് വിച്ച് ക്യാൻ ബി സോൾഡ് അറ്റ് ലോവർ പ്രൈസ്. എംപ്ലോയ്മെന്റ് ഓഫ് ആൻ അഡീഷണൽ വർക്ക്
leads to rise in output which can sold at lower price. കുറഞ്ഞ വിലയായിരിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, വർക്ക് ചെയ്യപ്പെടുകയും അത് കൂടുതൽ എന്തുണ്ടാക്കാം, ഔട്ട്പുട്ട് വർദ്ധിക്കാൻ കാരണമാകാം. എംപ്ലോയ്മെന്റ് ഓഫ് ആൻ അഡീഷണൽ വർക്കർ ലീഡ്സ് ടു റൈസ് ഇൻ ഔട്ട്പുട്ട്. ഒരു എംപ്ലോയ്മെന്റ്, ഒരു തൊഴിൽ മേഖല കൂടുതൽ വർക്കേഴ്സിനെ ഉപയോഗിച്ച് കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ വിൽക്കപ്പെടും, സോൾഡ് ചെയ്യപ്പെടും, ലോവർ പ്രൈസ്. ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ മേഖല കൂടുതൽ അഡീഷണൽ വർക്കേഴ്സിനെ ഉപയോഗിച്ച് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ വിൽക്കപ്പെടും, കുറഞ്ഞ വിലയ്ക്ക് വിൽക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർ ലേബറിനെ വ്യക്തമാക്കി തരാൻ നമുക്ക് ഒരു ടേബിൾ മനസ്സിലാക്കാം. നിങ്ങളെ PDF ഉണ്ടായിരിക്കും ടേബിൾ 4ൽ എന്തൊക്കെ പറഞ്ഞേനെ ടീച്ചർ, ഇവിടെ എന്തൊക്കെ പറഞ്ഞേ? വില കുറയുമ്പോൾ വാങ്ങുന്ന അളവ് വർദ്ധിക്കുന്ന ടീച്ചർ പറഞ്ഞു തന്നു അല്ലേ? ലോവർ പ്രൈസ് ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് വാങ്ങാൻ വില്ലിങ് ആയിരിക്കുന്ന ടീച്ചർ പറഞ്ഞു തന്നു. ആ ഒരു തിയറി വെച്ചിട്ടാണ് ഈ ടേബിളിലേക്ക് നമ്മൾ പോകുന്നത്. പ്രൈസ് ലോ ആകുമ്പോൾ വാങ്ങാനുള്ള വില്ലിങ് വർദ്ധിക്കുന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഈ ടേബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ, പ്രൈസ് 10 ആണ്. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയുള്ളൂ? 1. വില 10 രൂപയായിരിക്കുമ്പോ വാങ്ങുന്ന അളവ് എത്രയാണ്? 1. ടോട്ടൽ റവന്യൂ എത്രയാണ്? 10. മാർജിനൽ റവന്യൂ എത്രയാണ്? 10. വില വീണ്ടും കുറഞ്ഞു, 9 ആയി കുറഞ്ഞു. വാങ്ങുന്ന അളവ് 1% കൂടി, 2 ആയി. ടോട്ടൽ റവന്യൂ ഡബിൾ ആയി വർദ്ധിച്ചു, 18 ആയി. മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാൻ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ടോട്ടൽ റവന്യൂ ഈ 18 നിന്നും 10 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. അതാണ് മാർജിനൽ റവന്യൂ. 8 ആയത് എങ്ങനെ? 18നെ 10 കൊണ്ട് മൈനസ് ചെയ്തപ്പോഴാണ് ഇവിടെ നമുക്ക് 8 കിട്ടിയത്. പിന്നെയും വില കുറഞ്ഞു. വില എത്ര ആയിട്ട് കുറഞ്ഞു? 8 ആയിട്ട് കുറഞ്ഞു. വാങ്ങുന്ന അളവ് കൂടി. എത്ര ശതമാനം കൂടി? 3% ആയിട്ട് വർദ്ധിച്ചു. ടോട്ടൽ റവന്യൂ വർദ്ധിച്ചു. എത്രയാണ്? 24 ആയി. 8 3 24, 8 × 3 24 ആയി. ഇനി അതിന്റെ മാർജിനൽ റവന്യൂ എങ്ങനെ നമുക്ക് കാണുക? ഈ 24ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? മാർജിനൽ റവന്യൂ ഫിക്സ് കിട്ടി. വീണ്ടും വില കുറഞ്ഞു, 7 ആയിട്ട് കുറഞ്ഞു. ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയായി? 4 ആയി. 7 × 4 ടോട്ടൽ റവന്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക? പ്രൈസിനെയും ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടുക. എത്ര കിട്ടിയ? 28 ആയി. എന്നാൽ മാർജിനൽ റവന്യൂ എങ്ങനെ കിട്ടും? 28ൽ നിന്നും 24 മൈനസ് ചെയ്യുമ്പോൾ മാർജിനൽ റവന്യൂ എത്രയായി? 4 ആയി. അപ്പൊ മക്കളെ, ഇതൊന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയണത്? വില കുറയും തോറും, വില 2 ആയി കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയായി? 9 ആയി. വില കുറയും തോറും വാങ്ങുന്ന അളവ് വർദ്ധിക്കുന്നു. അപ്പോൾ ടോട്ടൽ റവന്യൂ വർദ്ധിക്കും. മാർജിനൽ റവന്യൂ പക്ഷെ എന്തായി? മൈനസ് ആവുന്നുണ്ട്. അപ്പൊ ടീച്ചർ ഇതുവരെ പറഞ്ഞേ, വില 5 ആയി. വില 5 ആയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് വാങ്ങുന്ന അളവ് കൂടി, 6 ആയി. അതേപോലെ തന്നെ വാങ്ങുന്ന ടോട്ടൽ റവന്യൂ 13 ആയി. മാർജിനൽ റവന്യൂ 0 ആയി. കാരണം ഇവിടെ അതായത് വില 6 ആയിരുന്നപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് 5 ആയിരുന്നു. വില 5 ആയപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര തന്നെയാണ്? 6 ആണ്. ഒരേപോലെ അതായത് ഇവിടെ വില 6 ആയപ്പോൾ ഡിമാൻഡ് 5 ആയി. ഇവിടെ വില 5 ആയപ്പോൾ ഡിമാൻഡ് എന്തായി? 6 ആയി. അതുകൊണ്ടാണ് ടോട്ടൽ റവന്യൂ ഒരേപോലെ വന്നു. അപ്പോൾ മാർജിനൽ റവന്യൂ ഒന്നുമില്ല. കാരണം അഡീഷണൽ ആവുമ്പോഴേക്കും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യണ തിയറി ഏതാണോ? മാർജിനൽ യൂട്ടിലിറ്റി തിയറിയാണ് നമ്മൾ ഈ ടേബിളിൽ അപ്ലൈ ചെയ്യണത്. എന്താ മാർജിനൽ യൂട്ടിലിറ്റി തിയറി? മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിങ്. നമ്മൾ ഒരുപാട് യൂണിറ്റ് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ യൂണിറ്റ് എന്തായും? കുറയുക ചെയ്യുക. ഈ ടേബിളിൽ ഇവിടെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് മാർജിനൽ യൂട്ടിലിറ്റി തിയറിയാണ് കേട്ടോ. കാരണം എന്താണ്? ഇവിടെ ആദ്യം പ്രൈസ് കുറഞ്ഞു വന്നു. അപ്പൊ വാങ്ങുന്ന അളവ് വീണ്ടും കൂടി വന്നു. പക്ഷെ ടോട്ടൽ റവന്യൂ കൂടി. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഒരേപോലെ ആയി. അതുകൊണ്ടാണ് ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി തിയറിയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ടീച്ചർ പറയാനുള്ള കാരണം. വീണ്ടും പ്രൈസ് കുറഞ്ഞു, 4 ആയി. വാങ്ങുന്ന അളവ് കൂടി. പക്ഷെ ടോട്ടൽ റവന്യൂ കുറയാൻ തുടങ്ങി.
ടോട്ടൽ റവന്യൂ കുറഞ്ഞപ്പോൾ മാർജിനൽ റവന്യൂ മൈനസായി. വീണ്ടും വില കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചു. ഡിമാൻഡ് വർദ്ധിക്കുക തന്നെയാണ്, പക്ഷെ ടോട്ടൽ വല്ലാതെ വില കുറഞ്ഞാല് ആർക്കും വരുമാനം കുറയുന്നാണ് ഇവിടെ കാണിക്കണേ. വല്ലാതെ വില കുറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം പറ്റ താഴേക്ക് പോവും. വല്ലാതെ വില കുറഞ്ഞു, ഡിമാൻഡ് ഉണ്ട്, പക്ഷെ എന്താണ് റവന്യൂ വർദ്ധിച്ചില്ല, മാർജിനൽ റവന്യൂ മൈനസായി. വീണ്ടും പ്രൈസ് 2 രൂപയായി. 2 രൂപയായപ്പോൾ വാങ്ങുന്ന അളവ് വർദ്ധിച്ചു. എത്ര തന്നെയാണ് 9 വർദ്ധിച്ചു. പക്ഷെ ടോട്ടൽ റവന്യൂ വർദ്ധിച്ചോ? ഇല്ല മക്കളെ. എത്രയായി? 18. മാർജിനൽ റവന്യൂ മൈനസായി. അപ്പോ ഇതാണ് ഡിമാൻഡ് ഫോർ ലേബറിനെ വ്യക്തമാക്കി തരുന്ന ചാർട്ട്. ഇനി നിങ്ങൾക്ക് ഈ തിയറി ടീച്ചർ പറഞ്ഞു തന്നു. ഈ ഒരു തിയറിയും വെക്കുക, ഈ ടേബിളും വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രം കൂടി പറഞ്ഞുതരാം. എന്താണ്? ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയണേ? MR ഈസ് ഫാളിംഗ് റേറ്റ് ഫാസ്റ്റർ ദാൻ. MR മാർജിനൽ റവന്യൂ ഫാൾ ചെയ്യുന്നത്, കുറഞ്ഞത് എങ്ങനെയാണ്? ഫാസ്റ്റർ ആയിട്ടാണ്. മാർജിനൽ റവന്യൂ കുറഞ്ഞു വന്ന് മൈനസിലേക്കാണ് പോണത് അല്ലേ? കണ്ടില്ലേ? 10, 8, 6, 4, 2, 0 അങ്ങനെ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? മാർജിനൽ റവന്യൂ MR എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ ഈസ് ഫാളിംഗ് എ റേറ്റ് ഫാസ്റ്റർ ദാനിലാണ് മാർജിനൽ റവന്യൂ എന്ത് ചെയ്യപ്പെടുന്നത്? ഫാൾ ചെയ്യുന്നത്. അതുകൊണ്ട് AR ഈക്വൽ പ്രൈസ്, ആവറേജ് റവന്യൂ പ്രൈസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ഈക്വൽ MR ഇൻറ്റു MP. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ ഇൻറ്റു മാർജിനൽ പ്രൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുക? MRP കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ at a rate faster than rate of decline, മാർജിനൽ റവന്യൂ ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്? ഡിക്ലൈൻ കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രൈസ് ഇൻറ്റു മാർജിനൽ പ്രോഡക്റ്റ്. വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? പ്രൈസ് ഇൻറ്റു മാർജിനൽ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് ആണ് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത്. ഇവിടെ മാർജിനൽ റവന്യൂ പ്രോഡക്റ്റും വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റും ഈക്വൽ ആകുന്നതായിട്ടാണ് ഈ ഡയഗ്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ ഈ ടേബിൾ ഒന്ന് നന്നായി മനസ്സിലാക്കുക. ഇതിൽ ഇത്ര ഓർത്ത് വെക്കുക, മാർജിനൽ റവന്യൂ ഫാസ്റ്റർ ആയിട്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വില കുറഞ്ഞുമ്പോൾ വാങ്ങുന്ന അളവ് കൂടുമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ വരുമാനം കുറയും. വില കുറയുമ്പോൾ വാങ്ങുന്ന അളവ് കൂടുമ്പോഴും വരുമാനത്തിന് അത് തടസ്സമാകും. അപ്പോൾ വില വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം കുറയും എന്നാണ് നമുക്ക് ഈ ടേബിളിലൂടെ വ്യക്തമാക്കി തരുന്നത്.